നമ്മുടെ വൈൻ ഇവിടെ ഭരണിയിൽ നിന്നും അഴിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. തുറക്കാം. നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും സംഭവം ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ വൈനാണത്. ലോക്ക്ഡൗൺ സമയത്ത് ഒരു തുള്ളി പോലും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ കിടന്നുറങ്ങുമ്പോഴാണ് മീതവ്ലോഗറിന് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. നേരെ ചന്തയിൽ പോയി 2 കിലോ ബീട്രൂട്ട് ഇങ്ങ് വാങ്ങി അതും കൊണ്ട് നേരെ വീട്ടിലെത്തി. അങ്ങനെയാണ് യവനെ ഉണ്ടാക്കിയത്. സോ ഗൈസ്, നമുക്ക് തുടങ്ങിക്കളയാം നമ്മുടെ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കുന്നതിലേക്ക്. ആദ്യമായി 1 കിലോ ബീട്രൂട്ട് എടുത്ത് ഞാൻ ഇതേപോലെ അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ചെത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ചെറുതായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിലും എടുക്കാം. അങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് ചെറുതാക്കിയ ബീട്രൂട്ടിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മറിച്ചെടുക്കുമ്പോൾ കാണാൻ ഇതുപോലെ ഇരിക്കും. ഇത് നേരെ അടച്ചിട്ട് ഒരു കുക്കറിലിട്ട് നേരെ ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കി തിളപ്പിച്ചിങ്ങെടുക്കും. അങ്ങനെ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തുറക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ആ ബീട്രൂട്ടിൻ്റെ മണമൊക്കെ എന്ത് നന്നായിട്ട് തട്ടുന്നുണ്ടെന്നറിയോ. ഇനി നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് ബാക്കി പരിപാടി. ചൂടൊക്കെ ആറി തുടങ്ങുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഒരു ചെറിയ ചൂടും ഉണ്ടാവണം. അപ്പോഴേക്കും നമുക്ക് ഈസ്റ്റിൻ്റെ പരിപാടി തുടങ്ങാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇപ്പോൾ കയ്യിരിക്കുന്നത്. ഇതാകുമ്പോൾ വേറൊന്നും ചെയ്യണ്ട. ഇനി അഥവാ ഇൻസ്റ്റൻ്റ് അല്ല, കുറച്ചുകൂടെ വലിയ ഈസ്റ്റിൻ്റെ തരികളാണ് ഉള്ളതെങ്കിൽ ഇതേപോലെ ഒരു ബൗളെടുത്ത് അതിലങ്ങ് തട്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. വളരെ എളുപ്പമാണ്. വീട്ടിലെ അമ്മമാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പെട്ടെന്ന് അങ്ങ് ചെയ്തു തരും, പറഞ്ഞും തരും. ഇതേപോലെ ഇളം ചൂടുവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ എടുത്തിട്ട് കുറച്ച് നേരം ഇളക്കുക. സംഭവം സിമ്പിൾ, വളരെ ഈസി. പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസ്റ്റ് റെഡി. ഇനി നമ്മൾ കഴുകി ഉണക്കിയ ഒരു ജാറ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു അരിപ്പയും വെച്ച് ബീട്രൂട്ട് വാരി ഇടാനായിട്ട് അങ്ങ് പോവാണ്. അതിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വാരി അതിലേക്ക് തട്ടുന്നുണ്ട്. അതിൻ്റെ ചാറ് നമുക്ക് വേണം. അതുകൊണ്ട് എന്തായാലും കുറച്ച് ബീട്രൂട്ടും കൂടെ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ആ തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ, അതിൻ്റെ ചാറ് മൊത്തം നമ്മുടെ ജാറിലേക്ക് വീഴുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കൊത്തൊക്കെ എടുത്ത് ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലുള്ള ഫുൾ സംഭവം എടുത്ത് നേരെ നമ്മുടെ ജാറിലേക്ക് അതിൻ്റെ ലിക്വിഡ് മാത്രം അങ്ങ് ആക്കുക. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ കളർ കണ്ടോ. നേരത്തെ കണ്ടതിൻ്റെ ഒരു 4 ഇരട്ടി കളറുണ്ട് അതിന്. ജാറ് നിറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.5 ലിറ്റർ ഉണ്ട്. ഇനിയാണ് നമ്മുടെ ഭരണി എടുക്കേണ്ടത്. അപ്പോൾ കഴുകി ഉണക്കിയ ഭരണിയാണ്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഒരു ഭരണി വേണം. അല്പം പോലും ഈർപ്പം ഉണ്ടാവരുത്. ഇതിലേക്ക് 1 കിലോ പഞ്ചസാര കണ്ണും പൂട്ടി അങ്ങ് ഇട്ടോണം. ഒരു മടിയും കാണിക്കേണ്ട. 1 കിലോ അങ്ങ് തട്ടിക്കോണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീട്രൂട്ടിൻ്റെ ചാറുണ്ടല്ലോ, അതെടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിക്കണം. ഒഴിക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ആസ്വദിച്ച് അങ്ങ് ഒഴിക്കണം. പോകുന്ന പോക്ക് കണ്ടോ അതിലേക്ക്. അതാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചാറ് ഫുൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1/4 ഭാഗം അതിൽ നിറഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു തവിയിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഏത് ബീട്രൂട്ടിൻ്റെ ചാറ് ഏതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാവണം. അതേപോലെ നന്നായിട്ട് ഇളക്കി അങ്ങ് ലയിപ്പിക്കണം. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈസ്റ്റ് എടുത്ത് നേരെ ഒഴിക്കണം. പിന്നെ നമ്മുടെ കരാമ്പട്ടയും അങ്ങനത്തെ കറി മസാല സാധനങ്ങളും എല്ലായിടത്തും അങ്ങ് തട്ടണം. ഇനി യവനെ കണ്ടോ, ഗ്രാമ്പൂ. ഇത് മൊത്തത്തിൽ അങ്ങ് ഇടരുത്. ഇട്ടാൽ നല്ല ചെവയായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമുള്ള ഗ്രാമ്പു എടുത്ത് അതിലേക്ക് ഇടണം. പിന്നെ ഏലക്ക, അത് ചതച്ചിടുന്നതാണ് നല്ലത്. പിന്നെ ഇഞ്ചി, അത് ഇതേപോലെ ഫുള്ളായിട്ട് ഇടരുത്, ചതച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് ഇടാനായിട്ട്. പിന്നെ എരിവിന് വേണ്ടിയാണ് നമ്മൾ ഈ മുളക് ഇടുന്നത്. മുളക് മാത്രമല്ല, കുറച്ച് കുരുമുളക് ഇളക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ യവനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് വീര്യത്തിന് വേണ്ടി ഗോതമ്പ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി ഇടാം. പിന്നെ 2 ലിറ്റർ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു. അല്ല, ഒരു 3 ലിറ്റർ ആയിക്കോട്ടെ. 3 ലിറ്റർ വീണ്ടും അങ്ങ് ഒഴിച്ചു. വെള്ളം ഒഴിച്ച് തീർന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് കുറുവി മിക്സായി അങ്ങ് കിടക്കണം. എന്നിട്ട് ഇതേപോലെ നല്ല വൃത്തിയുള്ളൊരു തോർത്തെടുത്ത് മൂടി അങ്ങ് കെട്ടി അവൻ്റെ കഴുത്തങ്ങ് കയറ് കെട്ടുന്ന പോലെ ഒരു വള്ളിയിട്ടങ്ങ് കെട്ടണം. കെട്ടിയിട്ട് ഒരു 7 ദിവസം, അതായത് ഒരാഴ്ച ഇതേപോലെ അങ്ങ് മാറ്റി വയ്ക്കണം. നല്ല ഇരുട്ടുള്ളൊരു മുറിയിൽ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. കാരണം സൂര്യപ്രകാശം ഇതിൽ തട്ടരുത്, തട്ടിയാൽ പൊളിച്ചു പോകും. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞെടുത്ത് നോക്കാം. ഇതിൽ ഫെർമെൻറ്റേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വൈൻ ഇവിടെ ഭരണിയിൽ നിന്നും അഴിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്.
തുറക്കാം. അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിന്റെ തോർത്തഴിച്ച് മാറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ തുറന്നെടുക്കുന്നുണ്ട്. അകത്ത് കണ്ടോ, അതാണ് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് എല്ലാം പതഞ്ഞ് പൊങ്ങി അങ്ങ് ഇരിക്കുവാണ്. ഇതിൻ്റെ പ്രത്യേക ഒരു അടിപൊളി മണവും വരുന്നുണ്ട്. ഈ ഒരു ഫെർമെൻറ്റേഷൻ നടന്നിട്ട് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ പുളിച്ച മണമൊക്കെ വരുന്നുണ്ട്. കിടിലോ കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം അരിച്ചിട്ട് വീണ്ടും പഴയ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു. അത് നമ്മുടെ ഒരു വൈനിൻ്റെ ഗ്ലാസ്സിൽ നേരെ അങ്ങ് ഒഴിച്ചെടുക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ കളർ കണ്ടോ, നല്ല അടിപൊളി റെഡ് വൈനില്ലേ, അതുപോലെ ഇരിക്കുന്നില്ലേ. കിടിലൻ സാധനം, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് സംഭവം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ടേസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയ വൈൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു അടിപൊളി ഗ്ലാസ്സിലേക്കൊക്കെ അത് ഒഴിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. നല്ല കിട്ടില്ല സാധനം. ഹോം മെയ്ഡ് വൈൻ, അടിപൊളി കേട്ടോ സംഭവം. കലക്കി, സ്വന്തമായിട്ട് ഞാൻ പറയുന്നത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം ഇനിയും വീഡിയോസ് വരുന്നുണ്ടാവും. അടുത്തതായിട്ട് എന്ത് വൈനാണ് ഉണ്ടാക്കേണ്ടതെന്ന് കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടായി കാണിച്ചിരുന്നുണ്ടാവും. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്ത് വൈൻ ഉണ്ടാക്കണം എന്നും കൂടെ കമന്റ് ചെയ്തിരിക്കുക. ആൻഡ് ഓൾസോ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഉറപ്പായും ട്രൈ ചെയ്യണം കേട്ടോ ഈ ഒരു റെസിപ്പി. കിട്ടില്ല സാധനം. വീട്ടിൽ നിങ്ങൾക്ക് ശുദ്ധമായിട്ട് നല്ല അടിപൊളി വൈൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവരും സമയം കളയാതെ നേരെ പോയി നമ്മുടെ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങിക്കോ. ബൈ ഗൈസ്.